ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റിംഗ് ആൻഡ് ഗെയിമിംഗ് വേൾഡിലേക്ക് എല്ലാ സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മളൊരു ചുമ്മാ ഒരു ഫാൻ മെയ്ഡ് ഗെയിമാണ് കളിക്കാനായിട്ട് പോകുന്നത്. സിമ്പിൾ ഗെയിമാണ്. പിന്നെ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ വന്ന് സാധാ ഒരു ഗെയിം കളിക്കാൻ പോകുന്നത്. ഇതൊക്കെ വെറും സാധാ പണ്ടത്തെ ഒരു ഗെയിമാണ്. ഇതിനകത്ത് പ്ലാൻ വേഴ്സസ് സോംബി എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇവിടെ നമുക്ക് യൂസർ നെയിം അടിച്ചു കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് ഗോജ അടിച്ചു കൊടുക്കണം. നമ്മൾ ആനിമയുടെ ഇതാണ് അടിച്ചു കൊടുക്കുന്നത്, ഗോജ്. ഓക്കെ, സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ്ട് പോപ്പ് ക്യാപ്പ്. ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിം. ഇങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. ഇങ്ങനെ ലെവൽ കഴിഞ്ഞ് പോകും തോന്നുന്നു. നമ്മൾ എൻ്റെ ആദ്യത്തെ ചാനൽ ബാനായ ചാനലിനകത്ത് നമ്മൾ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഗോജോസ് ഹൗസ്. നമുക്ക് നോക്കാം. ഇത്രയും പേരാണ് ഇമാരെയൊക്കെ നമ്മൾ പൊട്ടിക്കുന്നത്. നമ്മൾ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഫ്രീ ഫയർ ഒക്കെ കളിച്ച് സെറ്റായിട്ടാണ് വരുന്നത്. ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏതാവും വന്നാലും നമ്മൾ പൊട്ടിക്ക്. പക്ഷേ ഇതൊക്കെ സ്വർണത്തിൻ്റെയൊക്കെ പൈസയാണ് കേസ്. ഇതൊക്കെ നമ്മൾ പൈസയൊക്കെ നമ്മളെടുക്കാൻ നമ്മൾ സെറ്റാണ് കേസ്. ഇതാണ്ട് വരുന്നത് പൈസയൊക്കെ ഈ വരുക കേസ്. നമ്മൾ അടുത്തതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുക. നമ്മൾ എത്ര സാധനം വേണമെങ്കിലും നമ്മൾ കൊണ്ടുവെക്കും. അതുകൊണ്ട് ഇമാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളോരോ സാധനങ്ങൾ. ഓക്കെ, നമ്മുടെ ഇതാണ് തന്ന ബോൾ. അടുത്ത പൈസ എടുക്കുവാണ് കേസ്. എന്നെ അടുത്ത് വേറെ എന്തെങ്കിലും സാധനം കിട്ടുമോ നമുക്ക് നോക്കാം. പക്ഷെ അവൻ്റെ കൈയും തലയും പോയി. അപ്പോൾ പൈസ കിട്ടി. ഇനി ഒരു പൈസ 25 രൂപയും കൂടെ കിട്ടിയാൽ മതി. നമുക്ക് അടുത്ത സാധനം വെക്കാം. നേരെ എല്ലാം കൂടെ സെറ്റായിക്കോളും. ഓക്കെ, അടുത്ത സാധനം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ഫുൾ പവർ കൊടുത്തേക്കണം. ഇതൊക്കെ ഇതിനേക്കാളും വലിയ പവർ കൂടിയന്മാർ വരുന്നുണ്ട്. അത് നിങ്ങൾ ഫൈനൽ ലെവൽ. ഇതൊക്കെ നമുക്ക് പുഷ്പമല്ലയോ. നമ്മളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കളിച്ച ഗെയിമാണ്. നമുക്ക് എൻ്റെ ലാപ്പിനകത്ത് ഈ ഗെയിമേ ഉള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞാൻ ലാപ്പ് മേടിച്ചപ്പോൾ ഈ ഗെയിം കയറ്റി. പിന്നെ ഞാൻ ഫ്രീ ഫയർ അങ്ങനെയൊക്കെ ഗെയിം കയറ്റി. നമുക്ക് ചെടി കിട്ടി ഗൈസ്. ഈ ചെടി കിട്ടിയാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. ഈ ചെടി ഒരു സൂര്യൻ്റെ ചെടിയാണ്. ഈ ചെടി എവിടെയെങ്കിലും കൊണ്ട് വെക്കണം, എന്നാലേ നമുക്കൊരു പൈസ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ ലെവൽ പ്ലേ ചെയ്തു. നമ്മുടെ ഇപ്പോൾ ഒരു മാറ്റും കൂടെ വിരിയും. ഇവിടെ തൃപ്പശാലം കൂടുതൽ ആൾക്കാർ. ഇപ്പോൾ ഒരു 2 മാറ്റ് വിരിയും, 3. പിന്നെ നമ്മൾ ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട്. പൈസ വാ പൈസ വാ പൈസ. രണ്ടാമത്തെ ലെവലാണ്. ഇതിനകത്ത് 190 ലെവലെങ്ങാണ്ടൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ അടുത്ത ചെടി കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് പൈസ കിട്ടട്ടെ ഗൈസ്. നമ്മൾ അടുത്ത ബൊമ്മ ഇടുന്ന സാധനം മേടിക്കണം. ഒരു പൈസയും കൂടെ കിട്ടട്ടെ, പൈസ കിട്ടട്ടെ. ഇപ്പോൾ സാധനം മേടിക്കാൻ നമ്മൾ ഇവിടെ കൊണ്ട് വെക്കണമെന്ന് അറിയത്തില്ല. ഇതൊക്കെ എവിടെ വേണേലും എന്തുവാ, നമുക്കൊരു ചെടിയും കൂടെ വെക്കാം. പക്ഷേ ഇതിലൊന്നും കൂടെ വെക്കാം ഗൈസ്. പൈസ ഇടുന്നുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. പൈസയൊക്കെ വരുക ഗൈസ്. എന്താ ചെയ്യാനാണ് പറയാം. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്താണ്ട് താഴെ കൂടെ എടുത്തും വരുന്നു. ഞാൻ അടുത്ത് മേളിൽ കൂടെ ഒന്നും വെച്ചാൽ മതി. സെറ്റായിക്കോളൂ. ഒരു പൈസയും കൂടി കിട്ടുമെങ്കിൽ പെട്ടെന്ന് ഒരു പൈസയും കൂടി കിട്ടിയിട്ട് ഞാൻ ഓക്കെ മേളും കൂടെ വെച്ചു. ഇപ്പോൾ സെറ്റായി. സേതവനെയൊക്കെ നമ്മൾ പൊട്ടിക്കും. നമ്മൾ ഇനിയും നോക്കും. കുറേ എണ്ണം വരുന്നുണ്ട്. നമുക്കൊരു ചെടിയും കൂടെ ഒക്കെ വെക്കാം. ഇതുമാതിരി ചെടിയൊക്കെ തിന്നും ഗൈസ്. ഇതുമാതിരി ചെടിയൊക്കെ തിന്നും. ഇനി നമ്മൾ രണ്ടാമത്തെ ലെവലല്ലേ ഉള്ളൂ. ഒരു 150 മേളിൽ ലെവലുണ്ട് ഇനി. പക്ഷെ അതാണ് ഗൈസ്. ഇനി ശകലം ടഫ് താഴെ കൂടെ എടുത്തും വരുന്നുണ്ട്. താഴെ 2 എണ്ണം കൊടുത്തേക്കുവാണ്. ഗൈസ് ഒരു 2 പൈസയും കൂടെ കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ഇത് എത്ര രൂപയാവുമെന്ന് നോക്കും. ഇവിടെയും കൂടെ ഒന്നും വെച്ച് നോക്കാം. പക്ഷെ ഇത്രയൊക്കെ മതി ഗൈസ്. ഇവന്മാരെയൊക്കെ പൊട്ടിക്കുക. ഇവന്മാരൊക്കെ വെറും ഷൊട്ടകളാണ്. ഇവന്മാരെ ഒരു 2-3 ഇടി ഇടിക്കുമ്പോൾ തന്നെ ഇവന്മാരെ തല തെറിച്ചു. ഷൊട്ടകളാണ് ഇവന്മാരൊക്കെ ഏതാന്ന് പോലും നമുക്കറിയത്തില്ല. പിന്നെ ഇതൊക്കെ കൊണ്ട് നമ്മളിവിടെ വെച്ച് നമ്മൾ സെറ്റാക്കും. നമ്മൾ പിന്നെ ഇതാ ഗൈസ് നമ്മൾ സെറ്റാക്കണം. ഫൈനല്ല, ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം പവറാണ്. ഫൈനൽ ലെവല് സിമ്പിൾ പുഷ്പം.
അവൻ്റെ കൊടിയൊക്കെ പിടിച്ചോണ്ട് വരുന്നുണ്ട് അവന്മാരെ. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോ പ്ലെയറായി ഗെയിമിനകത്ത്. പ്രോ പ്ലെയർ. ഇതൊക്കെ നമുക്ക് പുഷ്പമാണ്. നമ്മൾ ഫ്രീ ഫയറൊക്കെ കളിക്കുന്ന കേസ്മാർ വരുന്നുണ്ട്. ഓക്കെ, ബോംബ് ഇട്ടിട്ടുണ്ട്. അതിന് 150 രൂപയാണ് വില. ഓക്കെ, കണീനെടുത്തൊക്കെ നമുക്ക് ഒരു ദിവസം നമ്മൾ ഒരു 5 ലെവൽ ഓരോ ദിവസം വെച്ച് നമ്മൾ കളിക്കും. മാര് തൊപ്പി പോയിട്ടാണല്ലോ വരുന്നത്. മറ്റേ ഗസ് മാര് പൊട്ടം വരെ ഇപ്പോൾ ഫുള്ള് വെക്കുമെന്ന് തോന്നുന്നു. ഫുള്ള് വെക്കുമോ? ചെടി വെച്ചിട്ടുണ്ട്. ചെടി വരുന്നില്ലല്ലോ. 3ാമത്തെ ലെവലായിട്ടുണ്ട്. പൈസ കിട്ടിയിട്ടുണ്ട്. ഗൈസ് മാരിപ്പോൾ വരും തോന്നുന്നു. മരിപ്പോൾ വരും ഗൈസ്. മരിപ്പോൾ വരും ഗൈസ്. 3 വഴി കൂടെ വരത്തുള്ളൂ. ഈ മണ്ണിട്ട സ്ഥലത്തോടൊന്നും അമ്മര് വരത്തില്ല. അമ്മരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ പവറായിട്ടാണ്. പൈസ ഇട്ട് താഴെ കൂടെ ഒരുത്തും വരുന്നുണ്ട്. നമ്മുടെ ബൂമറാങ് വെച്ച് നമ്മുടെ മറ്റേ പൊട്ടിക്കുന്ന സാധനം വെച്ചാൽ വരത്തുള്ളൂ. പൈസ എവിടെയെങ്കിലും കിട്ടറാ. ഓക്കെ ഗൈസ്. ഓക്കെ. നമ്മളിപ്പോൾ 4ാമത്തെ ലെവലായിട്ടുണ്ട്. പൈസ ഗൈസ്. അവൻ്റെ കൈ പോയി. മേളിൽ കൂടെ എടുത്തും വരുന്നുണ്ട്. അവനിപ്പോൾ പൊട്ടിക്കണം ഗൈസ്. പൊട്ടിക്കണം. പൈസ. ഓക്കെ, നമ്മളിന്ന് അടുക്കും കൂടെ ഒരെണ്ണം വെക്കട്ടെ. പൈസ കിട്ടുന്നുണ്ട്. എനിക്ക് ഈ സംഭവമൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മറന്നുപോയി. അതാണ് സോംബീസ്. പ്ലാന്റ് വേഴ്സസ് സോംബി എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഗെയിമൊക്കെ എന്നിറങ്ങിയ ഗെയിമെന്ന് പറയുമോ, പണ്ട് എങ്ങാണ്ട് ഇറങ്ങിയ ഗെയിമാണ് ഗെയിം. ഇതൊക്കെ പിന്നെ നമ്മളിപ്പോഴും ഇന്നലെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. നേരത്തെ എൻ്റെ പഴയ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താണ് ഞാൻ ഫുൾ ലെവലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പൈസയെല്ലാം ശേഖരിക്കാനായിട്ട് പോവാണ്. വേറെ എന്തൊക്കെ സാധനം കിട്ടുമോ നമുക്ക് എല്ലാ സാധനം മേടിക്കണം. ഇവിടെ ഇനി കുറച്ച് ഈ പച്ച സാധനത്തിന് വലിയ പവറില്ല. ഇതിൻ്റെ തന്നെ നീലമുണ്ട്, അതിന് സെറ്റ് പവറാണ്. മാരൊക്കെ ഇപ്പം 2 ഇടി കൊള്ളുമ്പോൾ ചത്തോളും. 100 രൂപ സംഭവം കൂടെ കിട്ടിയാൽ മതി. നമ്മൾ പിന്നെ ഇതുപോലത്തെ ഒന്നും കൂടെ മേളിൽ വെച്ചാൽ മതി. ഓക്കെ, ചെടി വെക്കുവാണ്. ഓക്കെ, ഇതുപോലത്തെ ഒന്നും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗസിമാരുടെ ഒരുത്തൻ തൊപ്പിയൊക്കെ വെച്ചോണ്ടാണ് വരുന്നത്. നമ്മൾ വീണ്ടും ഫുള്ള് സെറ്റാക്കുവാണ്. നമ്മൾ പൈസ എല്ലാം സേവ് ചെയ്തിടുവാണ്. പക്ഷെ ഇതൊക്കെ നല്ല അടിയാണ് ഇതൊക്കെ അടിക്കുന്നത്. ഇതൊക്കെ സെറ്റ് സംഭവങ്ങളാണ്. സെറ്റ് അടി ഇതൊക്കെ അടിക്കുന്നത്. ഒന്നിനും ഇങ്ങോട്ട് കയറാനേ പറ്റത്തില്ല. ഇനി വരെ വേണം. പക്ഷെ നമ്മുടെ ഈ അവിടെ ഇരിക്കുന്ന വണ്ടി നിങ്ങൾ കണ്ട, ആ വണ്ടി കയറ്റിക്കൊണ്ട് പോകുമാരെല്ലാം. അതാണ് ഫൈനൽ വേവ്. പുഷ്പം പോലെ നമ്മൾ വെട്ടിക്കടത്തും ഉമ്മാരെയെല്ലാം. ഉമ്മാരൊക്കെ നമുക്ക് ഈ ഫുള്ളാവും. അടുത്ത ലെവൽ 5ാമത്തെ ലെവലിൽ ഫുള്ളാവും. ഒരു ദിവസം 5 ലെവൽ വെച്ചാണ് നമ്മൾ കളിക്കാനായിട്ട് പ്ലാൻ ഇട്ടേക്കുന്നത്. ഇനി കഴിഞ്ഞ കേസ് ഇപ്പം 4 ലെവലായി. ഇനി 1 ലെവലും കൂടെ ഉണ്ട്. ഏകദേശം നമുക്കിപ്പോൾ ഒരു 50 രൂപയുടെ മുട്ടയാണ് കിട്ടി. ഈ മുട്ടയും തിന്നുമ്പോഴത്തേനും ഇമാരുടെ വെടി തീരും. ഇനിയും ഒരു ലെവലും കൂടെ ഉണ്ട്. 4ാമത്തെ ലെവലായതേ ഉള്ളൂ. ഗൈസ്, ഇത് 4ാമത്തെ ലെവലാണ്. ഇനി 1 ലെവലും കൂടെ ഉണ്ട്. അത് എത്ര സമയമായാലും നമ്മൾ 1 ലെവലും കൂടെ ഇനിയും കളിക്കും. ഇനി ഫുള്ള് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ എല്ലാവരും നമ്മൾ സെറ്റ് ചെയ്യണം. ഫ്ലവർ വെക്കട്ടെ. പൈസ വാ. ഒരേത് വഴി കൂടെ വേണേലും വരും. ഓരോന്നിന് 20 രൂപ വെച്ചൊക്കെയാണ്. നമുക്ക് പൈസ കുറേ സെറ്റ് ചെയ്യണം. ഈ ചെടി നമ്മൾ കൊണ്ട് വെച്ചാലേ നമുക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ ചെടിയൊക്കെ മേളിൽ കൂടെ ഒരുത്തം വരുന്നുണ്ട്. നമ്മളിത് കൊണ്ട് വെക്കുവാണ് ഇവിടെ. ഇവന്മാർ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല മനുഷ്യന്. നമ്മൾ നോക്കുവാണ് കേസ്. ചെടി കൊണ്ട് വെക്കട്ടെ. കാശ് വേണ്ടേ? ക്യാഷ് വേണ്ടേ? ഗൈസുമാർ ഒന്നും കൂടെ ആ വരി തന്നെ വരുന്നുണ്ട്. താഴത്തെ വരി കൂടെ ഒരെണ്ണം വരായിരുന്നു മതിയായിരുന്നു.
ഇമാരൊക്കെ എവിടെ നിന്നൊക്കെയായി വരുന്നതെന്ന് പോലും അറിയത്തില്ല. അതാണ് ഇമാരുടെ പാൻ്റൊക്കെ കീറിയിരിക്കും. ദാരിദ്ര്യം. നിങ്ങളൊരു പാൻ്റൊക്കെ ഇവന്മാർക്ക് മേടിച്ചു കൊടുക്കണം. അടുത്ത് ഇവിടെ ഈ വരി കൂടാണ് വരുന്നത്. പൈസ വരുന്നുണ്ട്. ഒരുത്തൻ താഴെക്കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് തിന്നാൻ വെച്ച് കൊടുക്കാം. അമ്മമാർ തിന്നുമ്പോഴത്തേന് നമുക്ക് പൈസ കിട്ടും. പിന്നെ നമ്മൾ ബോണ്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോണ്ട നമുക്ക് 75 രൂപ ഉണ്ട്. പൈസ പിന്നെയും കേസ് നമുക്ക് വരുവാണ്. നമ്മൾ എന്തായാലും വെക്കാത്ത ഒരു വരിയിൽ കൂടെ നമുക്ക് വെക്കാം. പൈസ പിന്നെയും വരുവാണ്. നമ്മൾ അടിയിലൊന്നും കൂടെ വെക്കണം. പക്ഷെ ഇത് അടിയിലൊന്നും ആകുന്നില്ല. ഓക്കെ മണ്ടയ്ക്കൂടെ ഒരുത്തനും കൂടെ വരുന്നുണ്ട്. മണ്ടയ്ക്ക് ഇനി നമ്മൾ സംഭവം വെക്കണം. ഈ തൊപ്പി വെച്ചവന്മാർക്ക് ഇച്ചിരി കൂടെ പവർ കൂടുതലാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണേലും ഉമ്മാരെയൊക്കെ ഒന്ന് തുരത്തി വിട്ടാൽ മതി. ഇപ്പോൾ ചാവും. എൻ്റെ കൈ ഇപ്പോൾ പോയി. എൻ്റെ തലയിൽ ഇപ്പോൾ പോവും. അനിയിപ്പോൾ മിക്കവാറും തിന്നും. പോയി. നമ്മളിനി അടുത്ത സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. എത്ര മിനിറ്റ് ആയാലും നമ്മൾ ഒരു ലെവലും കൂടെ കളിക്കും. ഇത് 4ാമത്തെ ലെവലാണ് എൻ്റെ. നമ്മൾ എത്ര സമയമായെങ്കിലും ഒരു ലെവലും കൊണ്ട് നമ്മളിനി കളിക്കും. നമുക്ക് ചെടി കൂടുതൽ വെക്കണം. എന്നാലേ നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നേരത്തെ എൻ്റെ 10,000 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ഫോണിനകത്ത്. അതിന് ഞാൻ പൈസ സേവ് ചെയ്ത് തന്നെ വെക്കുമായിരുന്നു. ചെടി കൊണ്ട് വെക്കട്ടെ. ഇനി 100 രൂപ കൊണ്ട് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈസ നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെർവർ സേവ് മണി ഗൈസ്. ഫൈനൽ വേവ് ഈസ് സോ മീ അട്രാക്റ്റഡ് എന്നൊക്കെയാണ്. വായിക്കാനും പറ്റില്ല. ഫൈനൽ വേവ് നമ്മൾ പൊട്ടിക്കും എല്ലാ എണ്ണത്തിനെയും. അല്ല നമ്മുടെ ബോംബ് ഇരിപ്പോട്ടെ. ബോംബ് കൊണ്ട് പൊട്ടിച്ചാൽ മതി എല്ലാ എണ്ണത്തിനെയും. ബോംബൊക്കെ കീറ്റ് നമ്മൾ ബോംബും കൊണ്ടൊക്കെയാണ് നമ്മൾ വരുന്നത്. ഏതാ ഇത്രയും പേരൊക്കെ ഉള്ളൂ. കുറച്ചേറെ പേരൊക്കെ വരാനുള്ളതിന്, കുറേയേറെ ആൾക്കാരൊക്കെ വരാനുള്ളതിന്. നമുക്ക് ഇത് കിട്ടി. ഇനി ഒരു ലെവലും കൂടെ ഉണ്ട്. 13 മിനിറ്റായി ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഇനി 5ാമത്തെ ലെവല്. ഇപ്പം നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടുമെന്നൊക്കെ തോന്നുന്നു. ഇതൊക്കെ എന്തുവാടാ? പോടാ. ഓക്കെ, പോടാ. ഈ ചുമന്ന വരയുടെ ഇപ്പുറത്ത് ഇവന്മാർ വന്നാൽ ഇവന്മാരെ നമ്മൾ പൊട്ടിക്കും. ഇത് 5ാമത്തെ വര ശകല സിമ്പിളാണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. ഇതൊക്കെ ഇതിനകത്ത് സാധനമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വരട്ടെ. ഇതൊക്കെ നമുക്ക് പുഷ്പമാണ്. ബോംബൊക്കെ വരട്ടെ. മൂന്നെണ്ണം ഒരുമിച്ച് എത്തു ഗൈസ്. ഇതൊക്കെ പോട്ട്. ഓപ്പോടെ. ഫൈനൽ വേവിന് വേണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണമാണ്. മേളിൽ കൂടെ അടുത്തും കയറിപ്പോയി നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ് ഇത് ജയിക്കാൻ പറ്റത്തില്ല. അടുത്തൊരുത്തും വരുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, അവനെ പൊട്ടിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവന്മാരെയും ഞാൻ പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷേ ഒന്നിനെ പോലും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഒന്നിനെ നമ്മൾ ഇങ്ങോട്ട് കയറ്റത്തില്ല. കുറേ എണ്ണത്തിൻ്റെ തലയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്.
പക്ഷെ എല്ലാവന്മാരും കയറുവാണ്. ഇമാരെല്ലാം കയറട്ടെ. ഗൈസ് ഇതിനകത്ത് നമുക്ക് ഈ ബോൾ മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ഫോം ബി സക്സ എന്തുവാ അപ്രോറ്റി ഫൈനൽ വേവാണ്. ഗൈസ് ജയിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവന്മാർ വണ്ടി കയറിപ്പോക്കോളും. അപ്പോൾ അവന്മാർ വണ്ടി കയറിപ്പോവും. ഓക്കെ ജയിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.